നമ്മുടെ മമതയുടെ ബംഗാൾ മറ്റൊരു രാജ്യമാക്കാൻ ശ്രമിക്കുന്നു എന്ന് പലരും പറയുമ്പോഴും നമ്മളൊന്നും വിശ്വസിക്കൂല. ഇതൊക്കെയാണ്, ഒന്ന് കണ്ടു നോക്കൂ. കണ്ടില്ലേ? ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് പറയാതിരിക്കുന്ന ജനങ്ങൾ? ഒരുപാട് സോഷ്യൽ മീഡിയകളിൽ ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങളിത് കണ്ടില്ലേ? എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഇപ്പോൾ അടിച്ചോട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇമ്മാതിരി തെമ്മാടിത്തനം കാണിക്കുന്നവന്മാരെയൊക്കെ. ഇവർക്കെന്താ പള്ളിയില്ലേ? ഇവർക്ക് വീടില്ലേ നിസ്കരിക്കാൻ വേണ്ടി? യാത്രക്കാരുടെ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഇവർ ഒരു മെയിൻ റോഡിൽ കയറി നിസ്കരിക്കുകയാണ്. അതിലെ യാത്രക്കാരായിട്ട് പോകുന്നവരൊക്കെ വരട്ടെയാണ്. ഇതുവഴി ഇവർ ഈ നിസ്കാരം കഴിയുന്നവരെ പോകാൻ പാടില്ല. പോയാൽ അടിക്കും, മറ്റേ പിടിച്ചിരിക്കും, അടിക്കും, വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവന്മാരെ വരട്ടി അങ്ങോട്ട് പിടിച്ച് മാറ്റി നിർത്തുകയാണ്. എന്ത് തെമ്മാടിത്തനമാണോ ഇതൊക്കെ കാണിക്കുന്നത്? ഇതൊക്കെ യഥാർത്ഥ മുസ്ലിംസ് അല്ല കേട്ടോ. ഇവരൊക്കെ ഇവിടെയൊക്കെയുള്ള നല്ല നല്ല മുസ്ലിംസ് ഉണ്ട്. അവരൊക്കെ അവരുടേതായ രീതിയിൽ തന്നെ വിശ്വാസങ്ങൾ അനുഷ്ഠിക്കുള്ളൂ കേട്ടോ. ഇത് കുറേ തീവ്രവാദി സുഡാപ്പികൾ, അതും ഇന്ത്യയിൽ കിടക്കുന്നതല്ല, മമത വിളിച്ചു കയറ്റി അവിടെ ചെലവും കൊടുത്തിട്ടിരിക്കുന്ന കുറേ തീവ്രവാദി സുഡാപ്പികൾ, ബംഗ്ലാദേശികളാണ് ഇതൊക്കെ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞ് ഇതേ കാണാനുള്ളൂ. എല്ലാ രാജ്യത്തും അവൻ്റെയൊക്കെ നിന്ന നീപ്പിന് അവിടെ കിടന്ന് നിസ്കരിക്കാൻ നാണവും മാനവും ഇല്ലാത്ത ഉമാരെപ്പോലെ ലോകത്തൊരാളില്ല കേട്ടോ. ഹിന്ദുക്കൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വീട്ടിൽ പോകും. ക്രിസ്ത്യാനി അവയാറായത് പള്ളിയിൽ പോകും, അവർ പോകും. ഇവന്മാർക്ക് മാത്രം റോഡ്, ചന്ത, വീട്, സെമത്തേരി എവിടെ കണ്ടാലും അപ്പോൾ തുണി വലിച്ച് നിസ്കരിച്ചോണ്ട് എന്ത് നാണവും മാനവും ഇല്ലാത്തവന്മാരാണ് നല്ല നല്ല മുസ്ലിങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി കുറേ കാട്ടറബികൾ ഇറങ്ങി തിരിച്ചേക്കുന്നത്, ചേറ്റകൾ. ഇതാണ് അവസ്ഥ ബംഗാളിൻ്റെ. പിന്നെ മോദി ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, പാക്ക് ചെയ്ത് വെച്ചോ, ഉടൻ തന്നെ അടിമൂടി പൂട്ടി അങ്ങ് തള്ളുവെന്ന്. സ്വന്തം നാട്ടിലേക്ക് പലായനം ചെയ്യാൻ അധികം സമയമില്ല. പിന്നെ മമതയ്ക്ക് കാലളവി വട്ടളവി എന്നൊക്കെയാണ്. മമത ഉടൻ തന്നെ അവിടുത്തെ സ്ഥാനമൊഴിഞ്ഞ് പുറത്താവും. അത് കഴിഞ്ഞുടനെ അവൾ അകത്തുമാവും. അവിടെ കാണിച്ചു കൂട്ടിയ തീവ്രവാദവും തെമ്മാടികളൊക്കെ ഇതുപോലെ കൂട്ടി നിർത്തി കള്ള വോട്ടിൽ ജയിച്ച മമതാ ബാനർജി ഇല്ലേ, അവൾക്കും വരുന്നുണ്ട് പണി വേക്കെ. ഇന്ത്യ എന്ന് പറഞ്ഞാൽ രാജ്യത്തിൽ ഒരു സംസ്ഥാനമാണ് ബംഗാൾ, അല്ലാതെ ബംഗാൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു രാജ്യമല്ല. ഇവിടെ കുറേ പൊലയാടിയ മക്കൾ ഓരോരോ സംസ്ഥാനങ്ങളെ ഓരോരോ രാജ്യങ്ങളായിട്ടൊക്കെ വിഭജിക്കാൻ നടക്കുകയാണ്.